മിസ്റ്റർ ശിവൻ, മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതിയാണ് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരൽ. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാല് എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി കൊല്ലണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്. വണ്ണാൻ കട്ടി ഒന്ന് പോടാടും. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ? പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കടയിലാ അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതൊക്കോ? ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. ശരിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ടാ ഉണ്ണി. പ്രേമ നീ പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ പോയിട്ട് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മളോട് വിളിക്കാൻ.
ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ. കുറച്ചോടിട്ടൊക്കെ ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷർട്ടിങ് തന്നെ. ഓ ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ടും എടുത്തോട്ടെ. ആ, കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഹോ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകെ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ എന്തേ? കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ഒരു ചായ കൊണ്ടുവാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ആ ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ?
ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ നിന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ? എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണേട്ടനും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. ആ എന്നാ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? 5 മണി കഴിയും. ഞാൻ വെയിറ്റ് ചെയ്യാം. നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശമാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എൻ്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബികാമും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തെമ്മാടിത്തരമാണെങ്കിൽ ആ തെമ്മാടിത്തരം ഇനിയും ഞാൻ ചെയ്യും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 അടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കിപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടുന്ന് പുകച്ച് പുറത്ത് അടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു പറയടാ. പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത്, അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി. ആചാര് വനത്തിൽ നിന്ന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തടിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും. എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടിൻ്റെ മോനെ. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഗീതേ, വെള്ളം ചുളക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിളിക്കുക. ആ എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ? എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. ഗുരുവായൂരപ്പ, അയ്യോ അയ്യോ, എനിക്ക് വയറ് കഴിച്ചിട്ട് അയ്യോ അയ്യോ, എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. അയ്യോ എന്റെ ഗുരുവായൂരപ്പ. കുഞ്ഞിനെ കരയാതിരിക്കേ. അയ്യോ എന്റെ മോളെ, എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. എടി ദഹനക്കേടാ, ഇഞ്ചി വേണ ചേച്ചി വായോട്ട് കൊടുക്കുക. ഇഞ്ചി വേണോ? ഇഞ്ചി
വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളതാ. അയ്യോ അയ്യോ, നിങ്ങളൊന്ന് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരികേ. ഒരു ഡോക്ടർ ഇതിന്റെ ആവശ്യമില്ലെന്ന്. ഇത് കണ്ടില്ലേ, വേഗം വിളിച്ചോണ്ട് വാ. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ. ഡോക്ടർ വന്നാ അയ്യോ അയ്യോ അയ്യോ. എന്റെ ഗുരുവായൂരപ്പാ. എന്താ ഡോക്ടർ? അമ്മയാണോ? അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ. ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം. സാറേ, ഓ നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പോത്തു പോലെയാണ് തുടങ്ങാൻ പറ്റുന്നത്? ഉം. ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ. ആരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്. അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല. സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്കുക? എന്റെ പൊന്ന് ഈരെ, അവർക്ക് ഒരസുഖവും ഇല്ല. ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി. തീരുമാനിച്ച കാര്യമായി പറയുന്നത്. നല്ല തടിമുടുക്കുള്ള ആമ്പളുണ്ടോ അവർക്ക്? കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലചരക്കടയിലെ വലിയൊരിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എൻ്റെ ഈശ്വര. പാല്, വിറക്, മോര്, മണ്ണെണ്ണ, കുഞ്ഞമ്മ. 1200 രൂപ ഇതിനകം. ഇനിയും കിടക്കുന്ന മാസം തീരാൻ ബാക്കി. നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയായ? ഓ, ആ സദാശിവമ്പിള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കുലച്ചത് നീ വിചാരിച്ചില്ലടി. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണ്ടേ കുഞ്ഞമ്മേ? നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ. ആ. സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ? അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും. ആ, ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്? ബാങ്ക് പോലാണോ വീട്? എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്. ഇതെന്തൊരു കഥയാ? ഇനി ഒരു ജോലി തേടി പിടിക്കണമെങ്കിൽ 2 മാസാവും. അത് വരെയുള്ള കാശിന്റെ അടുത്ത് ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പേഴ്സിന്ന് കാശ് പോകുന്നതെന്ന് അറിയുന്നില്ല. അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി. എന്നാലും ഒരെന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും. ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനമാവുമല്ലോ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമോ നോക്കാം. നാടകം നിർത്തോന്ന് പറയുമ്പോ നിനക്ക് അതൊന്നും സാരമില്ലമ്മേ. അച്ഛനെ സഹായിക്കാൻ
ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. നമസ്കാരം. നമസ്കാരം. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ പേര് എൻ ഗണേഷ്, ആ. നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്. ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർ വാല്യൂ അറിയാമല്ലോ, നമ്മുടെ ടീക്കയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ആശാനെ, കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7-ാം കൂലിയ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ച. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി. വേണ്ട, അത്രയും രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി. അച്ഛന് സുഖമില്ല, ഈ അവസ്ഥയിൽ മേലണെങ്കിൽ ഒന്നും ചെയ്യരുത്. അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്നൊരു ദിവസം നീയും ചോദിക്കലടാ, എന്റെ കാശ് എവിടെയെന്ന്. അച്ഛ, ഞാൻ വേണ്ട, മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീയും എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യം മോനെ.